നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കൊല്ലം സ്വദേശിനിയാണ്. മൈൻഡ് ട്രസ്റ്റിന്റെ വോളണ്ടിയർ വിങ്ങായ കൂട്ടിലെ ഒരംഗമാണ് ഞാൻ. എല്ലാവർക്കും മൈൻഡ് ട്രസ്റ്റിന്റെ കൾച്ചറൽ പ്രൊജക്റ്റായ ഇടം മാഗസിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന എൻ്റെ വായന എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മൊബിലിറ്റി ആൻഡ് ഡിസ്ട്രോഫി ട്രസ്റ്റ് അഥവാ മൈൻഡ് ട്രസ്റ്റ്, അതിനെക്കുറിച്ച് ട്രസ്റ്റിനെ കുറിച്ച് ഒരു ആമുഖം പ്രത്യേകമായി ഇനി ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഏവർക്കും അത്രയേറെ സുപരിചിതമായ ഒരു സംഘടനയായി ഇന്ന് കേരളത്തിൽ മൈൻഡ് ട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2021-23 വർഷങ്ങളിൽ കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഏറ്റവും മികച്ച NGO ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംഘടന. 2017 മെയ് 1 ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ തുടങ്ങി ഇന്ന് 7 വർഷങ്ങൾക്കിപ്പുറം 2024 MD SMA രോഗബാധിതരായ ഒരു വിഭാഗം ജനങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളും നെഞ്ചിലേറ്റി നിൽക്കുന്ന ഒരു സംഘടനയായി മൈൻഡ് ട്രസ്റ്റ് മാറിയിരിക്കുകയാണ്. ആ സ്വപ്നങ്ങളെ, ആ പ്രതീക്ഷകളെ നെഞ്ചിലേറ്റുക മാത്രമല്ല, അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്രയും വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് മൈൻഡ് ട്രസ്റ്റ്. അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലുടനീളം 17ഓളം പ്രൊജക്ടുകൾ ഇന്ന് മൈൻഡ് ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആകർഷകമായ ഒരു കൾച്ചറൽ പ്രൊജക്റ്റാണ് ഇടം മാഗസിൻ. ആ ഇടം മാഗസിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. SMA MD രോഗബാധിതരായി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാമായിരുന്നവരിലെ സർഗാത്മകതയെ ഉണർത്താനും അതിനെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും ഈ ഇടം മാഗസിന്റെ പങ്ക് വളരെ വലുതാണ്. അത്തരത്തിൽ പുറം ലോകത്തേക്ക് എത്തിയ, അതിൽ കേരള സർക്കാരിൻ്റെതായ ഉൾപ്പെടെയുള്ള ആദരവുകൾ ഏറ്റുവാങ്ങിയ ഒരുപാട് പേര് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കൂട്ടത്തിലുണ്ട്. അനീഷ അക്ബർ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. നമ്മുടെ ഇടം മാഗസിന്റെ മുൻ എഡിറ്റർ ആയിരുന്നു. കേരള സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആദരവുകൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഒരുപാട് സാഹിത്യ അവാർഡുകൾ ലഭിച്ച ഒരു വ്യക്തിയാണ് അനീഷ അക്ബർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 19 വായനാ ദിനം. മലയാളിയായി ജനിച്ച നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഒഴുകുന്ന രക്തത്തിന്റെ ഒരു പങ്കാണ് PN പണിക്കർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ നിരക്ഷര ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ഓരോ ഇടത്തും സാക്ഷരതയുടെ വെള്ളിവെളിച്ചം വീശിയ ഒരു മഹത് വ്യക്തി. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിനപ്പുറം ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ സമൂഹത്തിൽ ഈ വായനാ ദിനം എന്ന് പറയുന്ന ദിവസത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി എത്രമാത്രമാണ്? ഈ ഒരു കാര്യത്തിനുള്ള മറുപടി ഒരു ചോദ്യത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറെ നാളുകളായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുള്ള ഒരു മറുപടി ഒരൊറ്റ ചോദ്യത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുമാണ്. എന്തിന് മനുഷ്യൻ പുസ്തകം വായിക്കണം? എന്തിന് മനുഷ്യൻ പുസ്തകം വായിക്കണം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കൻ ചിന്തകരായിട്ടുള്ള ഹെറോൾഡ് ബ്ലൂം ഒരു പ്രവചനം നടത്തിയിരുന്നു. മനുഷ്യന്റെ കൈവശമുള്ള ഒരു സ്ക്രീനിലേക്ക് ലോകം ചുരുങ്ങാൻ പോവുകയാണ്, ആ കാലം അധികം ദൂരമല്ല എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സത്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്, അല്ലെ? നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു ക്ലിക്കിനപ്പുറം, ഇപ്പൊ ഒരു ക്ലിക്കും വേണ്ട, ഹേ സിറി, ഹേ അലക്സ, ഹേ ഗൂഗിൾ, ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് വിവരവും നമ്മുടെ കൺമുമ്പിലേക്ക്, ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഏത് വസ്തുവിനെ കുറിച്ചും ഏത് കാര്യത്തിനെ കുറിച്ചുമുള്ള വിവരം നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അല്ലെ? അപ്പോൾ ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ വിവരങ്ങൾ ഇത്രയേറെ നമുക്ക് ലഭ്യമാകുന്ന, സാങ്കേതിക വിദ്യ ഇത്രയേറെ വളർന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് വായനയുടെ പ്രസക്തി? എന്തിനു വേണ്ടി മനുഷ്യൻ വായിക്കണം? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ട്. വിനോദത്തിന് വേണ്ടി, അതായത് ഒരു നേരം പോക്കിന് വേണ്ടി നമ്മൾ ഫിക്ഷനൊക്കെ വായിക്കാറുണ്ട്. അതിനപ്പുറം
ചിലർ പറയാറുണ്ട് വിജയിച്ചവരുടെ ജീവിതങ്ങൾ വായിച്ച് നല്ല ജീവിത മാതൃകകൾ കണ്ടെത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന്. പിന്നെ ചിന്തയുടെ പല തലങ്ങളെ കുറിച്ച് അറിയാനായിട്ടാണ് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പലതരം മറുപടികളാണ് ഈ ചോദ്യത്തിന് ലഭിക്കുക. പക്ഷേ ആ മറുപടികളൊന്നും ഈ ചോദ്യത്തിന് പ്രാപ്തമായ ഉത്തരമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പഠന റിപ്പോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് ലൈബ്രറികളിലല്ല, മറിച്ച് ജയിലുകളിലാണ് എന്നുള്ളതായിരുന്നു ആ പഠന റിപ്പോർട്ട്. അപ്പോ കുറ്റവാളികളെന്ന് ഒരിക്കൽ മുദ്രകുത്തപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവരെന്തിനീ പുസ്തകങ്ങൾ വായിക്കണം? അത് നമ്മൾ ഈ പറഞ്ഞ മറുപടികളൊന്നും അതിന് ഒരു യോജിക്കുന്ന മറുപടിയല്ല, ഒരു ഉത്തരമായി എനിക്ക് തോന്നിയില്ല. പിന്നെ എന്തിനാണ് അവർ ഈ പുസ്തകങ്ങൾ വായിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചിലപ്പോ അവർക്ക് അപ്രാപ്യമായ സ്വാതന്ത്ര്യം, അവർക്ക് ലഭ്യമല്ലാത്ത ഒരു സ്വാതന്ത്ര്യം, അവർക്ക് ഇപ്പൊ സ്വപ്നം മാത്രം ആയി പോകുന്ന ഒരു സ്വാതന്ത്ര്യത്തെ അവർ ആസ്വദിക്കുന്നത് ആ വായനയിലൂടെ ആയിരിക്കണം. ഇത്തരത്തിൽ മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവന്റെ ജീവിത രീതികൾക്കനുസരിച്ച്, അവന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറുന്നതിനനുസരിച്ച് അവന്റെ വായനയും മാറുന്നുണ്ട്. അവൻ വായനയെ ഉൾക്കൊള്ളുന്ന രീതി മാറുന്നുണ്ട്. അവന്റെ ചിന്താ തലങ്ങൾ മാറുന്നുണ്ട്. അവന്റെ നന്മ തിന്മകളുടെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന രീതി മാറുന്നുണ്ട്. ശരിക്കും ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് വരെയുള്ള സമയത്ത് ഞാൻ ഈ നമ്മുടെ ബാല പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള ബാലരമ, ബാലഭൂമി മാത്രം വായിച്ചു തന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെ വായനയിലേക്ക് കൊണ്ടുവരാൻ ആദ്യമായിട്ട് ഞാൻ വായിച്ച, അല്ലെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചിരുത്തിയ, അല്ലെങ്കിൽ എന്റെ മനസ്സിനെ തൊട്ട ഒരു കഥയായിരുന്നു മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന ഒരു കഥ. അതിലെ അമ്മ മരണപ്പെട്ടപ്പോ ആ കുട്ടികളോടൊപ്പം, ആ കുട്ടികളുടെ നിസ്സഹായ അവസ്ഥ അന്ന് എനിക്കും അനുഭവപ്പെട്ടു. ഇനി എന്ത് ചെയ്യും എന്നുള്ള, ആ കുട്ടികൾ ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ വളരും എന്നുള്ള ഒരു ചിന്ത എന്നെയും അലട്ടി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വായനയുടെ ഒരു ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് അതിനുശേഷം എന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട ഒരു പുസ്തകമാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം, നന്ദനാർ, PC കുട്ടിക്കൃഷ്ണൻ അദ്ദേഹം എഴുതിയ നന്ദനാറുടെ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്നൊരു പുസ്തകം. ശരിക്കും ഒരു 7ാം ക്ലാസ്സുകാരിയെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ച് 240-250 പേജുകളോളം ആ പുസ്തകം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ പുസ്തകം വളരെ വലിയ ഒന്നായിരുന്നു. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് എന്നെ ഒരു ബദൽ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ പ്രേരിപ്പിച്ച, കാരണം എന്റെ സങ്കല്പങ്ങളെ അത്രയേറെ വളർത്തിയ, കൊല്ലം നഗരത്തിൽ മാത്രം ജനിച്ചു വളർന്ന, കൊല്ലം നഗരത്തിനെ മാത്രം കണ്ട് ശീലിച്ച എന്നിൽ ഒരു ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും, ഒരു മഴക്കാലത്തിന്റെ എല്ലാ ഭംഗിയും എന്നെ പഠിപ്പിച്ച ഒരു പുസ്തകം, ഒരു കുട്ടിയുടേതായിട്ടുള്ള, ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന എല്ലാത്തരം സുഖ സൗകര്യങ്ങളെ കുറിച്ചും എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വായനക്കാരിയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ബോബി അച്ഛന്റെ ഒരു പുസ്തകമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു 3 വരികളിൽ ഒതുക്കിയ ഒരു സമർപ്പണ വാചകം, അതിലാണ് ശരിക്കും ഒരു വായനക്കാരി ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു വായനക്കാരനാവേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ 3 വരികളിലാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്, സമർപ്പണം എന്ന് എഴുതിയിട്ട് 3 വരികളാണ് അതിനകത്തുള്ളത്. ഒന്ന്, കളിപ്പാട്ടങ്ങളെക്കാൾ മികച്ചത് പുസ്തകങ്ങളാണ് എന്ന് പഠിപ്പിച്ച അപ്പച്ചൻ, ഓർമ്മിപ്പിച്ച അപ്പച്ചൻ. രണ്ടാമതായി അദ്ദേഹം ആ പുസ്തകം സമർപ്പിക്കുന്നത് സ്നേഹത്തിന്റെ അത്താഴം നിരന്തരം വിളമ്പുന്ന സന്യാസി സഹോദരങ്ങൾക്കാണ്. മൂന്നാമതായി എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്കായി. ആ നിനക്കായി എന്ന് പറയുന്ന വാക്കിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട്, ആ പുസ്തകം വായിക്കുന്ന ഓരോ മനുഷ്യരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അന്നു മുതലാണ് ഒരു വായനക്കാരനായിരിക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ അതിനെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ 2 വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. രാജ്മോഹൻ സാറും സിപ്പി സാറും. 2 പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മൈൻഡിലെ ഓരോ ചേച്ചി ചേട്ടന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇനി ഒരു ആമുഖ പ്രസംഗം നൽകുന്നതിനായി രാജ്മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. 4 ചുവരുകൾക്കുള്ളിൽ മാത്രം തങ്ങളുടെ ലോകം അവസാനിക്കും എന്ന് കരുതിയിരുന്ന SMA ബാധിച്ച ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ വിശാലമായ ലോകത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന മൈൻഡ് ട്രസ്റ്റിനും അതിലെ എനിക്കേറെ പരിചയമുള്ള എൻ്റെ അനിയനായ കൃഷ്ണകുമാറിനും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമസ്കാരം. കൈരളി TV-യുടെ അവാർഡ് നൽകിക്കൊണ്ട്, കൃഷ്ണകുമാറിന് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം ആണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കണ്ണും കാതും കാലും എല്ലാമുള്ള നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ഇവർ ചെയ്യുന്നു. ശരിക്കും ബുദ്ധിപരമായ ശാരീരികമായ വെല്ലുവിളി നേരിടുന്നത് അവരല്ല, നമ്മളെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ ഹൃദയം തുറന്ന് പറഞ്ഞ വാക്യമാണ് നാം ഓർക്കുന്നത്. ഒരു ഇടം, ഞങ്ങൾക്കും വേണം ഒരിടം എന്ന ശബ്ദം നമ്മുടെ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ നിരന്തരമായ പരിശ്രമത്തിലൂടെ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവായിരുന്ന PN പണിക്കർ, അദ്ദേഹത്തിന്റെ ചരമദിനം വായന ദിനമായിട്ട് സർക്കാർ ആഘോഷിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് നാളെ മുതൽ സ്കൂളുകളിൽ പരിപാടികളുണ്ട്. രണ്ടാഴ്ചയിൽ ഏറെക്കാലം വായനശാലകളിൽ പരിപാടിയുണ്ട്. ചിലയിടത്ത് വായന മാസമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എല്ലാം ഈ മൊബൈൽ ഫോണിൽ കിട്ടും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കിട്ടുമെന്ന്. നമ്മുടെ മലയാളത്തിലിറങ്ങിയ ആകെ പുസ്തകങ്ങളുടെ 1000-1 പോലും ഇന്റർനെറ്റിൽ ലഭ്യമല്ല. അത് പുസ്തകങ്ങൾ തന്നെ വായിക്കണം. വളരെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും വായനശാലയിൽ നിന്നോ അല്ലെങ്കിൽ പുസ്തകശാലയിൽ നമ്മൾ എടുത്ത് വായിക്കണം. നമുക്ക് ഇനിയും അത്തരം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലേക്ക് ഒക്കെ എത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ എന്തിനും ഗൂഗിൾ ചെയ്താൽ മതി എന്ന ധാരണ തെറ്റാണ്. അന്താരാഷ്ട്ര ജേർണലുകൾ ഇന്റർനെറ്റ് കിട്ടും, വലിയ വലിയ ലൈബ്രറികളുടെ പുസ്തകങ്ങൾ കിട്ടും. പക്ഷെ നമ്മുടെ ഭാഷയിലെ പുസ്തകങ്ങൾ, നമ്മുടെ ഭാഷയിലെ പോലുള്ള മറ്റു പ്രാദേശിക ഭാഷയിലെ ഒരുപാട് പുസ്തകങ്ങളും മാസികകളും ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ നമുക്ക് പുസ്തകം തന്നെയാണ് പ്രധാനമായി ആശ്രയിക്കാൻ പറ്റുന്നത്. മറ്റ് എന്തെല്ലാം ഹോബികൾ ഉണ്ടെങ്കിലും നമ്മളെ സംസ്കാരചിത്തനാക്കുന്ന, നമ്മളുടെ മനസ്സിന് അനുഭൂതികൾ പകർന്നു തരുന്ന, നമ്മളെ സ്വപ്നങ്ങൾ കാണാൻ അല്ലെങ്കിൽ കഥയിൽ വായിക്കുന്ന മാന്ത്രിക ലോകം നമ്മുടെ തലച്ചോറ് സൃഷ്ടിക്കാൻ ഒക്കെ നമ്മെ സഹായിക്കുന്നത് പുസ്തകങ്ങളാണ്. നമ്മുടെ അച്ചടി ഉണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ കല്ലച്ചും ശിലകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ചരിത്രം നമുക്ക് കിട്ടുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ്. ലോകത്തെ പഴയകാല കഥകൾ മുതൽ, നാടോടി പാട്ടുകൾ മുതൽ, ചരിത്രങ്ങൾ മുതൽ, ജീവചരിത്രങ്ങൾ മുതൽ എല്ലാം നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അപ്പൊ ആ പുസ്തക വായന പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ആവേശം പകരുന്ന ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത് ബാലപ്രസിദ്ധീകരണങ്ങളാണ്. ബാലപ്രസിദ്ധീകരണങ്ങള് ബാലരമ, അമ്പിളി അമ്മാവൻ, പൂമ്പാറ്റ, യുറീക്ക, കുട്ടികളുടെ ദീപിക, അത് കഴിഞ്ഞ് മലർവാടി, ലാലു ലീല, ഇങ്ങനെയൊക്കെ ഒത്തിരി, ബാലമംഗളം, ഒത്തിരി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്. എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും എഴുതി മലയാളത്തിലെ ബാലസാഹിത്യകാരന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് CP പള്ളിപ്പുറം. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം പുത്തൻ കൃതികൾ നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ നല്ലവരായി വളർത്താൻ, ഭാഷാബോധമുള്ളവരായി വളർത്താൻ, ശാസ്ത്രബോധമുള്ളവരായി വളർത്താൻ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വായിക്കുന്നതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നന്മയുടെ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പകർന്നു തരുന്നത്. ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനാണ്. ഞങ്ങളെയൊക്കെ എഴുതാൻ പഠിപ്പിക്കുകയും ഇപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന
ഞങ്ങളെ ചേർത്ത് പിടിച്ച് നടത്തുന്ന ആളാണ് CP പള്ളിപ്പുറം. CP പള്ളിപ്പുറം, പ്രൊഫസർ യേശുദാസ്, P ശങ്കരനാരായണൻ തുടങ്ങിയവരാണ്, ചേപ്പാട് ഭാസ്കരൻ നായർ, ഡോക്ടർ K ശ്രീകുമാർ, ഇവരൊക്കെയാണ് ബാലസാഹിത്യത്തിന്റെ മുൻനിരയിലുള്ള ആളുകൾ. ഇതൊക്കെ വായിച്ചിട്ടാണ് കുട്ടികൾ മുതിർന്ന സാഹിത്യത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ വായനയുടെ ചവിട്ടുപടി ഇവരെഴുതിയ പുസ്തകങ്ങളാണ്. CP സാറിന്റെ പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി എന്ന പുസ്തകമാണ്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യത്തിന് അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ആദ്യമായി മലയാളത്തിന് കിട്ടിയത് ഈ പുസ്തകത്തിനാണ്. അതടക്കം 200-ലേറെ പുസ്തകങ്ങളാണ് സാറ് എഴുതിയിട്ടുള്ളത്. സാറ് നഴ്സറി പാട്ടുകൾ മുതൽ കഥാപ്രസംഗങ്ങൾ മുതൽ കഥാകവിതകൾ, നോവൽ, ജീവചരിത്രങ്ങൾ തുടങ്ങി എല്ലാ സാർ കൈവെക്കാത്ത സാഹിത്യ മേഖലകൾ ഇല്ല. വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹം ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡുകളും ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. CP സാറിന്റെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. CP സാറ് നിങ്ങളോട് സംസാരിക്കും. ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുക്കേണ്ടിയിരുന്ന തത്തമ്മ മാസികയുടെ എഡിറ്ററും ദേശാഭിമാനി ചീഫ് സബ് എഡിറ്ററുമായിരുന്ന നാരായണൻ കാവുമ്പായിക്ക് തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ച് അതിന്റെ സംസ്കാര കർമ്മങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. മറ്റൊരു പരിപാടിയിൽ തീർച്ചയായും അദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച്, സാധാരണ ചിലരൊക്കെ എങ്ങനെ പെട്ടെന്ന് വിളിച്ചാൽ വരുന്നതല്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് CP സാറിനെ വിളിച്ചാണ്. സാറ് നിങ്ങളോട് സാർ എങ്ങനെയാണ് വായിച്ചു വളർന്നതെന്നും പറയും, വായന അനുഭവങ്ങൾ പങ്കുവയ്ക്കും, സാറിന് ഇഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് പറയും. പിന്നീട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ വളരെ സ്നേഹാദരങ്ങളോടെ എൻ്റെ ഗുരുനാഥനായ CP പള്ളിപ്പുറ സാറിനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, വളരെ ഹൃദയം കവരുന്ന, വളരെ അനുഭൂതിദായകമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെയാണ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നാളെയാണ് മലയാളക്കരയിലെ വായനാ മഹോത്സവത്തിന് തിരികൊളുത്തുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് മൈൻഡ് ട്രസ്റ്റിന്റെയും അതുപോലെ തന്നെ അവരുടെ ഇടം മാഗസിന്റെയും ആഭിമുഖ്യത്തിൽ ഒരു ധന്യമായ പരിപാടി, എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു നല്ല പരിപാടി, വായനാ സന്ദേശം പങ്കുവയ്ക്കുന്ന ഒരു പരിപാടി ഒരുക്കിയിരിക്കുകയാണ്. അവതാരക വളരെ ഭംഗിയായിട്ട് അതേക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് PM രാജ്മോഹൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇനി ഞാൻ കുറച്ച് സമയം എൻ്റെ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. വായനയുടെ വസന്തം ഇതൾ വരുത്തുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന് വായനയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1955-56 കാലഘട്ടം. ആ കാലഘട്ടമായപ്പോഴേക്കാണ് പുതിയ കൃതികളൊക്കെ നമ്മുടെ സാഹിത്യത്തിൽ തന്നെ ഒരു പുതുതലമുറ കടന്നു വരുന്നത്. ദേവ് ബഷീർ തകഴി, അല്ലെങ്കിൽ തകഴി ദേവ് ബഷീർ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയ കാലം അതായിരുന്നു. അവരാണ് മലയാള സാഹിത്യത്തിൽ പുരോഗമന ചിന്തയുടെ വിത്ത് പാകി മുളപ്പിച്ചത്. അവരുടെ കൃതികളും അങ്ങനെ തന്നെ ആയിരുന്നു. ആ വായന അനുഭവമാണ് നമ്മുടെ നാടിനെ ഇളക്കി മറിച്ചത്. ഇളക്കി മറിച്ചതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കൂടിക്കുത്തി അണിരുന്ന ഒരു നാട്, മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു നാട്, അന്ധകാരം മാത്രം ഉള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ ഒരു പുതിയ പ്രഭാതം നമുക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞത് ഈ സാഹിത്യകാരന്മാരുടെ വരവോടുകൂടിയാണ്. തകഴിയുടെ കൃതികൾ വരാൻ തുടങ്ങി, കേശവദേവിന്റെ കൃതികൾ വരാൻ തുടങ്ങി, വഹിയം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ വരാൻ തുടങ്ങി, പൊൻകുന്നം വർക്കിയുടെ കഥകൾ വരാൻ തുടങ്ങി, കാരൂരിന്റെ കഥകൾ വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ളൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം എത്രയോ ആനന്ദത്തോടു കൂടിയാണ്
ആ പുസ്തകങ്ങളെല്ലാം നമ്മൾ കാത്തിരുന്ന് വായിച്ചത്. അത് മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാളിയുടെ ചിന്തയിൽ വലിയൊരു വിപ്ലവത്തിന് തന്നെ നാന്ദി കുറിച്ചു. ആ വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം, ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനൊക്കെ സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാവുന്ന, സ്വതന്ത്രമായി ഒരുമിച്ച് ചേർന്നിരിക്കാവുന്ന ഒരു രീതിയിൽ എത്തിയത് ഇവരുടെ എല്ലാ പ്രയത്നമാണ്. നമുക്ക് നവോത്ഥാന നായകന്മാരൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും അയ്യങ്കാളിയായാലും അതേപോലുള്ള വലിയ നവോത്ഥാന നായകന്മാരൊക്കെ വളർന്നു വന്ന് അവരുടെ ചിന്താധാരയിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചത്. പക്ഷെ ആ സഞ്ചാരത്തിന്റെ ചിറക് നമുക്ക് നൽകിയത് ആരാണ്? ഈ സാഹിത്യകാരന്മാരാണ്. ഇവരുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പുരോഗമന സാഹിത്യ നായകന്മാരുടെ കൃതികൾ തന്നെയാണ് അതിനൊക്കെ പ്രേരണ നൽകിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം. എനിക്കിങ്ങനെ കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. കഥകൾ കേട്ട് തന്നെയാണ്, കുറേയേറെ കഥകൾ കേട്ട് തന്നെയാണ് വളർന്നത്. ആ കഥയുടെ അനുഭവമൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അന്ന് കൃതികളൊക്കെ കിട്ടാൻ വലിയ വിഷമമാണ്, പുസ്തകങ്ങളൊക്കെ കിട്ടാൻ വലിയ വിഷമമുള്ള ഒരു കാലം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 1956. അപ്പോ അങ്ങനെ 56 പഠിക്കുന്ന കാലത്ത് പുസ്തക ഷോപ്പുകളൊക്കെ എറണാകുളത്താണ്. ഞങ്ങൾക്ക് എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിദൂരമായ സ്ഥലമായിരുന്നു ആ കാലത്ത്. എറണാകുളത്ത് എത്തണമെങ്കിൽ അന്ന് 4.5 മണിക്കൂർ ബോട്ടിന് സഞ്ചരിച്ചാലേ സാധിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ പോകാനോ പുസ്തകങ്ങൾ വാങ്ങാനോ നിവൃത്തിയില്ല, അതിനുള്ള പണവും നിവൃത്തിയില്ല. പണത്തിനൊക്കെ വലിയ ക്ലേശമുണ്ടായിരുന്ന, അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ഒരു പുസ്തകം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദകരമായ ഒരു അനുഭവമായിരുന്നു. അതൊക്കെ വല്ലവരോടും കടം വാങ്ങിയൊക്കെയാണ് ഞങ്ങൾ വായിച്ചിരുന്നത്. പുസ്തകങ്ങളും കുറവായിരുന്നു. ആ കാലത്ത് ഒരു ദിവസം ഒരു ദുഃഖവ്യാഴാഴ്ചയുടെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം. യേശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസമാണ് ദുഃഖവ്യാഴാഴ്ച. ആ ദുഃഖവ്യാഴാഴ്ച ദിവസം ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഇപ്പോ അതിന്റെ സ്മരണ ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്മരണയുമായി ബന്ധപ്പെടുത്തി പുത്തൻപാന വായിക്കും. അർണോസ് പാതിരിയുടെ പുത്തൻപാന എന്ന കൃതി വായിക്കും. വളരെ നന്നായിട്ടൊക്കെ ഈണത്തിലും താളത്തിലും ഒക്കെ അത് വായിച്ച് ചിലരൊക്കെ അതിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോ അപ്പുറത്ത് എൻ്റെ വീടിന്റെ ഒരു ഭാഗത്തിരുന്ന് എൻ്റെ ചേട്ടനും ചില അയൽക്കാരും കൂടി ഈ പുത്തൻപാന വായിച്ചുകൊണ്ടിരിക്കുക, പുത്തൻപാന വായിക്കുന്നു. ഈ സമയത്ത് എനിക്ക് ബോറടിയൊന്നും തോന്നിയിട്ടല്ല, എങ്കിലും ഞാൻ ആലോചിച്ചത്, ഞാൻ പുത്തൻപാനയുടെ വഴിക്കല്ല പോയത്, അതിന്റെ ചിന്ത അതിലേക്കല്ല കൂടുതലായിട്ട് പോയത്. ഒരു നല്ല പുസ്തകം ഈ സമയത്ത് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. ഒരു കുട്ടിയാണല്ലോ, 6ാം ക്ലാസ്സുകാരൻ കുട്ടിയാണല്ലോ, അങ്ങനെ ഒന്നും തോന്നിയപ്പോ എവിടുന്ന് കിട്ടും പുസ്തകം? വീട്ടിലൊരു പുസ്തകവുമില്ല, വീട്ടിലൊരു പത്രം പോലും വരുത്താൻ നിവൃത്തിയില്ലാത്ത കാലമായിരുന്നു. അപ്പോ ഞാൻ എൻ്റെ തൊട്ടടുത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു അയൽക്കാരൻ കൂട്ടുകാരൻ, വളരെ അടുത്ത കൂട്ടുകാരൻ. അയാളുടെ പേര് ടോമി ചേട്ടൻ എന്നായിരുന്നു. ടോമി എന്നായിരുന്നു, മരിച്ചുപോയി. ആ ടോമി ചേട്ടനോട് ഞാൻ ചോദിച്ചു, ടോമി ചേട്ടാ, പുസ്തകം വല്ലതും കയ്യിലുണ്ടോ? എനിക്കൊരു പുസ്തകം വായിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞപ്പോ, എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പുസ്തകം കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ അത് വായിച്ചിട്ടില്ല, നിനക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. അധികം വൈകിയില്ല, ഒരു 10 മിനിറ്റിനകം അയാൾ വീട്ടിൽ പോയി എനിക്ക് പുസ്തകം കൊണ്ടുവന്ന് തന്നു. ഞാൻ വളരെ സന്തോഷമായി. ഒരു പുസ്തകം, ഒരു സാഹിത്യകാരൻ എഴുതിയ ഒരു പുസ്തകം, അച്ചടിച്ച പുസ്തകം കയ്യിൽ കിട്ടുകയല്ലേ, അതിന്റെ ആനന്ദം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനപ്പോ സന്തോഷത്തോടു കൂടി തന്നെ ആദ്യം അതിന്റെ പേര് വായിക്കണമല്ലോ, പേര് വായിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ടുപ്പുപ്പാക്കൊരാന ഉണ്ടാർന്നു. ഞാൻ വീണ്ടും വായിച്ചു. ടുപ്പുപ്പാക്കൊരാന ഉണ്ടാർന്നു. ഇതെന്തു കുന്തമാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര പ്രാവശ്യം വായിച്ചിട്ടും
അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ഞാൻ വായിക്കാനുള്ള ആകാംക്ഷ കൊണ്ട്, താല്പര്യം കൊണ്ട് ഞാൻ അതിന്റെ ഇതളുകൾ മറിച്ച് അതിന്റെ ആരംഭം മുതൽ ഇങ്ങനെ വായിച്ചു. ആ അനുഭവം അന്നത്തെ അനുഭവം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. കാരണം അത്ര വലിയൊരു വെളിച്ചം ഇങ്ങനെ കടന്നു വരുന്നത് പോലുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു അന്ന് ഉണ്ടായത്. കുഞ്ഞിപ്പാത്തുമ്മയും നിസാർ അഹമ്മദും താച്ചുമ്മയും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി തന്നെ ഞാൻ അത് വായിച്ച് തീർത്തതായിട്ടാണ്. അത്ര വലിയ അനുഭവം, പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുള്ള നോവലായിരുന്നു അത്. അത് വായിച്ചു തീർന്നപ്പോഴാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൂപ്പന് ഒരു ആനയുണ്ടായിരുന്നു. അഹങ്കാരത്തോടു കൂടി, വളരെ നിഗളത്തോടു കൂടി അന്ന് കുഞ്ഞു താച്ചമ്മ പറഞ്ഞിരുന്ന വാക്കാണ് അത്. കുഞ്ഞു താച്ചമ്മ പറഞ്ഞ ആ വാക്ക് സമൂഹത്തിന് മുഴുവൻ പഠിക്കാനുള്ള വലിയൊരു വാക്കായിരുന്നു. ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു ആനയുടെ പേര് പറഞ്ഞ് ആ കുഞ്ഞു താച്ചമ്മ ഇപ്പോഴും ആ അഹങ്കാരം കൈവിടാതിരിക്കുന്നതിന്റെ ഒരു അനുഭവമാണ് അന്ന് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ അതിമനോഹരമായ നിസാർ അഹമ്മദിന്റെയും കുഞ്ഞിപ്പാത്തുമ്മയുടെ എല്ലാ പ്രണയമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. അതിനിടയിൽ വരുന്ന ആ നമ്മുടെ ഖുറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാക്യങ്ങളെല്ലാം നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കൃതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പിന്നീട് ബഷീറിന്റെ നിരവധി കൃതികൾ വായിച്ചു. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ തകഴിയുടെ ചെമ്മീനൊക്കെ വായിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു വായിച്ചതെന്ന് പറഞ്ഞല്ലോ. 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്, ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. ചെമ്മീനൊക്കെ വന്ന കാലഘട്ടമാണ്. അപ്പോൾ തന്നെ ഞാനത് കരസ്ഥമാക്കി ഏതോ ലൈബ്രറിയിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ കണ്ടുമുട്ടി ഈ ചെമ്മീൻ കരസ്ഥമാക്കി വായിച്ചു. അതും വലിയൊരു അനുഭവമായി. അന്ന് മനസ്സിൽ നിറഞ്ഞ അന്നത്തെ ആ കഥാപാത്രങ്ങൾ, കറുത്തമ്മയും പരീക്കുട്ടിയും എല്ലാം ഇന്നും മനസ്സിലുണ്ട്. അപ്പോ ഞാൻ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വെച്ചായിരിക്കും വായിച്ചതെന്ന് പറഞ്ഞല്ലോ. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ ചെന്നപ്പോ ഒരു ഹിന്ദി മാഷുണ്ടായിരുന്നു, ശിവൻ സാറാണ്. ശിവൻ നന്നായിട്ട് വായിക്കുന്ന, വിദേശ സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു അടുപ്പമുള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ച് കേസരി എ ബാലകൃഷ്ണപിള്ള പറവൂരിൽ വന്ന് താമസമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിത്യേന ചെല്ലുന്ന ഒരു സന്ദർശകനും അദ്ദേഹത്തിന്റെ സഹായിയുമായിരുന്നു ഈ ശിവൻ. പറവൂർ ശിവൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഹിന്ദി മാഷായിരുന്നു. ഞാൻ പഠിച്ചിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദി മാഷാണ്. അപ്പോ ആ ഹിന്ദി മാഷ് വന്നിട്ട് ചോദിച്ചു, ഞങ്ങളെല്ലാം പുതുതായിട്ട് ചെന്ന കുട്ടികളായിരുന്നല്ലോ, പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ക്ലാസ്സിന് കഴിഞ്ഞ് ഒരല്പം ഗ്യാപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു വായനയെക്കുറിച്ച്, കുട്ടികളുടെ വായനയെക്കുറിച്ചൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, തകഴിയുടെ ചെമ്മീൻ വായിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. തകഴി ശിവശങ്കർ പിള്ളയുടെ ചെമ്മീൻ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ 2 കുട്ടികൾ, ഞാനും എഴുന്നേറ്റു, ക്ലീറ്റസ് എന്നു പേരായ ഒരു കൂട്ടുകാരൻ, ആ ക്ലീറ്റസും എഴുന്നേറ്റു. വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ചോദിച്ചു, കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും എല്ലാം കാര്യമൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് കറുത്തമ്മയുടെ ഭർത്താവിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. കറുത്തമ്മയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ആ പേര് കണ്ടെത്താൻ കുറെ വിഷമിക്കുന്ന പോലെ സാറിന് തോന്നി. പറഞ്ഞു, വിഷമിക്കേണ്ട, ആ കഥാപാത്രത്തിന്റെ പേര് എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അത് നമുക്കറിയാമല്ലോ, കറുത്തമ്മയുടെ ആ വരനായി അവിടെ പ്രത്യക്ഷപ്പെട്ട സത്യൻ
എന്ന വിശിഷ്ട നടൻ അവതരിപ്പിച്ച ആ പളനി എന്ന ആ പേര് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പൊ പറഞ്ഞു, നീ വായിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്, എങ്കിലും വളരെ ശ്രദ്ധാപൂർവം വായിക്കണം, വെറുതെ വായനയിലൂടെ കടന്നു പോയാൽ പോരാ, വളരെ ശ്രദ്ധാപൂർവം വായിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും 8ാം ക്ലാസ്സിൽ എത്തിയല്ലോ, ഞാനൊരു പുസ്തകത്തിന്റെ പേര് പറയാം, അത് വായിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പേര് പറഞ്ഞു തന്നു. ടോൺ ശാന്തമായി ഒഴുകുന്നു എന്നൊരു പേരുണ്ട്. അതിന്റെ മലയാള വിവർത്തനം വന്നിട്ടുണ്ട്. നല്ല മലയാള വിവർത്തനമാണ്, വായിക്കേണ്ട ഒരു കൃതിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് തേടി പിടിച്ചു. എനിക്ക് വളരെ ബന്ധപ്പെട്ട ഒരാൾ, നല്ലൊരു വായനക്കാരനുണ്ടായിരുന്നു. അയാൾ മരിച്ചു പോയി. അയാളുടെ പേര് ജോളി എന്നായിരുന്നു. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് നല്ല തടിയൻ പുസ്തകങ്ങളൊക്കെ അയാൾ കൊണ്ടുവന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളോട് ഞാൻ പറഞ്ഞു, ടോൺ ശാന്തമായി ഒഴുകുന്നു എന്നൊരു നോവലുണ്ടെന്ന് എന്റെ സാറ് പറഞ്ഞു, എനിക്ക് അതൊന്ന് കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അയാള് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുത്ത് എനിക്ക് തന്നു. മിഗാൽ ഷോളക്കോവിന്റെ ടോൺ ശാന്തമായി ഒഴുകുന്നു എന്ന പുസ്തകം എനിക്ക് തോന്നുന്നു 5ഓ 6ഓ തവണ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. പക്ഷെ കടന്നതിന് ശേഷം ആ കഥാപാത്രങ്ങളെല്ലാം ഇന്നും, എത്രയോ വർഷം മുമ്പുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഗ്രിഗോറിയസ് പെൻഡാലിമെന്റും അതുപോലെ തന്നെ ഗ്രീഷ്കയും അതേപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇന്നും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. പിന്നീട് നമ്മുടെ മലയാള സാഹിത്യം കേശവദേവനെയൊക്കെ നന്നായിട്ട് വായിച്ചു. ഓടയിൽ നിന്നായാലും അയൽക്കാരായാലും റൗഡി ആയാലും അദ്ദേഹത്തിന്റെ സ്വപ്നമായാലും ഒക്കെ പലകുറി വായിക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ അങ്ങനെ വായനയുടെ ഒരു നല്ല ലോകത്തു കൂടിയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് കവിതകൾ തന്നെയാണ്. ഞാൻ കവിതയുടെയും വലിയ ഇഷ്ടക്കാരനായിരുന്നു. അതുകൊണ്ട് കവിത വായിക്കുന്നതും എനിക്ക് വളരെ, എൻ്റെ ഹോബിയിൽ ഈ വായനയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ കവിതകളും വഹിക്കുന്നു. ഇപ്പൊ ഞാൻ വള്ളത്തോളിന്റെ കവിതകളൊക്കെ വായിക്കും, ഉള്ളൂരിന്റെ കവിതകളൊക്കെ വായിക്കും, അതേപോലെ ആശാന്റെ കവിതകളൊക്കെ വായിക്കും. വായിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് നമ്മളെ ആകർഷിച്ചു, വളരെയേറെ ആകർഷിച്ചെന്ന് മാത്രമല്ല പിടിച്ചു കുലുക്കുകയും ചെയ്തു. അങ്ങനത്തെ കവിതകളാണെന്ന് നമുക്ക് ബോധ്യമായി. ആ കൃതികളൊക്കെ വായിച്ച അനുഭവം മനസ്സിലിങ്ങനെ എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ കവിതയുടെ പ്രത്യേകതയൊക്കെ, പുതിയ കവിത, ഈ അത്യന്താധുനിക കാലത്തെ കവിതയും പഴയ കാലത്തെ കവിതയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലേക്ക് ആ പഴയ കവിതകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. പഴയ കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന വലിയ അനുഭവങ്ങളാണ്. നമ്മളെ വായനയുടെ ചിന്തിച്ചു വളരുക. PM മണിക്കർ പറഞ്ഞത് അങ്ങനെയാണല്ലോ, വായിച്ചു വളരുക, ചിന്തിച്ച് മുന്നേറുക. ആ വായിച്ചു വളരാനും ചിന്തിച്ച് മുന്നേറാനും പ്രേരണ നൽകിയ കവികളായിരുന്നു നമുക്കുള്ളത്. ആ പ്രേരണ മനസ്സിൽ നിറച്ചു തരുന്ന കവികളായിരുന്നു നമുക്കുള്ളത്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ വള്ളത്തോൾ തന്നെയാണ്. വള്ളത്തോളിന്റെ കവിതകളൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടാക്കിയ വ്യതിയാനങ്ങൾ നമുക്കറിയാം. അത് സ്വാതന്ത്ര്യ സമരത്തിന് പകർന്ന ഊർജം എത്ര വലുതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളൂരിന്റെ കവിതകൾ അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരുന്നതിനേക്കാൾ അതിനെല്ലാം നിന്ന് സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് പോലും എത്തിനോക്കുന്ന ഒന്നായിരുന്നു. ആശാനാണ് നമ്മുടെ അന്നത്തെ ജാതി മേൽക്കോയ്മയ്ക്ക് എതിരെ പടവാളുമായി ഇറങ്ങിയത്. ശരിക്കും അദ്ദേഹത്തിന്റെ ഗതികളിലെല്ലാം അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദുരവസ്ഥയായാലും ചണ്ടാല ഭിക്ഷുകയായാലും അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റല്ല ലീലയായാലും നളിനിയായാലും എല്ലാം വിശുദ്ധ പ്രണയത്തിന്റെയും അതുപോലെ ജാതി മത ചിന്തകളുടെയും അതിരുകൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഗതികളിലൂടെ നമ്മൾ കണ്ടത്. വീണപൂ എന്ന ആ കൊച്ചു ഖണ്ഡകാവ്യം, ആ ഖണ്ഡകാവ്യത്തിൽ തന്നെ അദ്ദേഹം ഒതുക്കി വച്ചിരിക്കുന്നത് വിശാലമായ ഒരു ലോകമാണ്. മനുഷ്യന് എക്കാലവും ചിന്തിക്കാനുള്ള വലിയ കാര്യങ്ങളാണ് വീണപൂവിലൊക്കെ അദ്ദേഹം ഒതുക്കി വെച്ചത്. വെറുതെ വീണ് കിടക്കുന്ന ഒരു കൊച്ചു പൂവ്, ആ പൂവിലൂടെ അദ്ദേഹം മനുഷ്യനെ എക്കാലത്തും ചിന്തിപ്പിക്കുന്ന ഒരു വിശാലമായ ഒരു വഴിത്താരയാണ് വെട്ടിത്തുറന്നത്. ആ പാവമോ മൽമലരെ നിന്റെ മേലും ക്ഷേപിച്ചതേ കരുണയറ്റ കരം കൃതാന്തൻ വ്യാപാരമേ ഹനനമം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്നും
ഒക്കെയുള്ള വരികൾ. അതായത് ആ ദയനീയമായ അവസ്ഥയിൽ പൂ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അതിനോട് പറയുകയാണ്, ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതു രാജ്ഞി കണക്കേ നീ എന്നൊക്കെയുള്ള വരികൾ ഒരു കാലത്ത് എല്ലാവരെയും ഭ്രമിപ്പിച്ചുകൊണ്ട്, വൈദികനെ ആയാലും യാചകനെ ആയാലും തെരുവുനിന്റെ ആയാലും എല്ലാവരെയും ഭ്രമിപ്പിച്ചുകൊണ്ട് ആ ഇളങ്കാറ്റിൽ ചാഞ്ചാടി നിന്നിരുന്ന, നൃത്തം വെച്ച് നിന്നിരുന്ന അല്ലയോ കൊച്ചുപൂവേ, ഇന്ന് നീ ആർക്കും വേണ്ടാത്ത മട്ടിൽ ഈ വഴിയോരത്ത് ഈ പാതവക്കിൽ ഞെട്ടറ്റ് വീണ് കിടക്കുന്നു, ആളുകൾ നിന്നെ ചവിട്ടിക്കൊണ്ട് കടന്നു പോകുന്നു. അപ്പൊ അതിനെ നോക്കി പറയുന്നത് എന്താണ്? ഇന്നീ വിധംഗതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിന്നുമില്ല നില ഉന്നതമായ കുന്നും എന്നല്ല അഴിയും ഒരിക്കൽ നശിക്കുമോർത്താൽ. ഇന്നീ വിധംഗതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിന്നുമില്ല നില ഉന്നതമായ കുന്നും എന്നല്ല അഴിയും ഒരിക്കൽ നശിക്കുമോർത്താൽ. ഒരു അപാരമായ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെയാണ് ആശാൻ വീണപൂവിലൊക്കെ നിറച്ചു വെച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ ദുരവസ്ഥയായാലും ചണ്ടാലഭിക്ഷിയായാലും എല്ലാം നമുക്കറിയാം, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ആശാനും അതുപോലെ പ്രേമസംഗീതം പോലുള്ള കവിതകളിൽ ഒക്കെ വള്ളത്തോൾ ചെയ്തതും വലിയ കാര്യങ്ങളാണ്. നമുക്ക് നാമേ പണിവതാകും നരകവും അതുപോലെ എന്നൊക്കെയുള്ള ആഹ്വാനം അദ്ദേഹത്തിന്റെ പ്രേമസംഗീതത്തിലുണ്ട്. വിളക്ക് കൈവശം ഉള്ളവനെങ്കും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിനവദ്രന് മേന്മേൽ അമൃതമയം എന്നൊക്കെ അദ്ദേഹം നല്ല പൊടിപ്പും തൊങ്ങലും വെച്ച് തന്നെ, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇടക്കിടക്ക് നല്ല പ്രത്യേക പ്രകാശമുള്ള വിളക്കുകൾ കൊളുത്തുന്നത് പോലെ കൊളുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ. ഇതൊക്കെ വായിച്ച് വളർന്നപ്പോ നമുക്ക് പുതിയ സന്ദേശത്തിന്റെ വഴി, പുതിയ ലോകത്തിന്റെ വഴി, വെളിച്ചത്തിന്റെ വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള ഇടശ്ശേരി ആയാലും വൈലോപ്പിള്ളി ആയാലും അയ്യപ്പ പണിക്കരായാലും അങ്ങനെയുള്ള എല്ലാ കവികളും, ജി ശങ്കരക്കുറുപ്പ് അടക്കമുള്ള, ജി ശങ്കരക്കുറുപ്പൊക്കെ നമുക്കറിയാം, ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നു ഇതെന്നോർമ്മയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് വീണപൂവിൽ കണ്ടതുപോലെയുള്ള മറ്റൊരു കാഴ്ച, ശവപ്പെട്ടിയും ചുവന്നുകൊണ്ട് ആളുകൾ വരുന്ന കാഴ്ച നോക്കിയിട്ടാണ് അദ്ദേഹം പാതവക്കിൽ നിൽക്കുന്നത്. ആ പാതവക്കിലൂടെ ഒരു പാവപ്പെട്ടവന്റെ ശവം എടുത്തുകൊണ്ട് വരികയാണ്. ഇല്ല പെരുമ്പറ, ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭതനുടെ നെഞ്ചിടിപ്പെന്നിയെ, ഇല്ല പൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയെ, വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നു മാറക്ഷരം ഇന്നു ഞാൻ നാളെ നീ. ആ വരികളൊക്കെ വായിക്കുമ്പോ മനുഷ്യൻ ആകെ അവന്റെ ഉള്ളു നടുങ്ങും. അവൻ ചിന്തിക്കും, ആ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് സ്വയം ചിന്തിച്ച് അതിനുള്ള പോംവഴി കണ്ടെത്താൻ അവൻ അതിലേക്ക് ലയിച്ചു ചെയ്യും. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കവിതയും നോവലുകളും എല്ലാം കടന്നു വന്നത്. ഇവിടെ നമ്മുടെ അവതാരകയായ വനിത പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, നന്ദനാരുടെ ഉണ്ണിക്കുട്ടന്റെ ലോകമൊക്കെ വായിച്ച അനുഭവം പറഞ്ഞു. അത് കുട്ടികൾക്ക് വേണ്ടി നന്ദനാർ എഴുതിയ നല്ലൊരു കൃതിയാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. നിരവധി ആളുകളെ ഒരു തലമുറയെ മുഴുവൻ ആകർഷിച്ചിട്ടുള്ള കൃതിയാണ്. അതിനോടൊപ്പം നിർത്തേണ്ട ആളുകളാണ് നമ്മുടെ മാലി, പി നരേന്ദ്രനാഥ്, കാരൂർ. ഇവരെ ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അത് വലിയൊരു അനുഭവമാണ് അവരുണ്ടാക്കിയത്. പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനൻ, മനസ്സറിയും യന്ത്രം, ഇത്തിരി കുഞ്ഞൻ തുടങ്ങിയ കൃതികളൊക്കെ വളരെ കുട്ടികൾക്ക് എക്കാലത്തും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന കൃതികളാണ്. അതുപോലെ കാരൂരിന്റെ ആനക്കാരൻ, അഞ്ച് കടലാസ്, ബാലചന്ദ്രൻ തുടങ്ങിയ കൃതികളൊക്കെ ആ നിരയിൽ വരുന്നതാണ്. മാലിയുടെ സർക്കസ്, പോരാട്ടം തുടങ്ങിയ കൃതികളൊക്കെ എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നും ആ കൃതികളൊക്കെ സജീവമാണ്. ആ കൃതികളൊന്നും മലയാളത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതെല്ലാം പുതിയ തലമുറയും വായിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇതിലൊക്കെ കൂടി എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ അവതാരക ചോദിച്ചതും ആ കാര്യം തന്നെയാണ്. എന്താണ് ഇങ്ങനെ വായിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും,
അതുപോലെ ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചത് കൊണ്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്? ഇതിൽ നിന്ന് കിട്ടുന്നത് വലിയ കാര്യങ്ങളാണ്. മനുഷ്യ മനസ്സിനെ ആനന്ദിപ്പിക്കുക മാത്രമല്ല, അതിനൊപ്പം എന്തൊക്കെ കിട്ടുന്നു? നമുക്ക് ഒരു പ്രബോധനം ഉണ്ടാവും. പ്രബോധനം നമ്മളെ എന്തോ പഠിപ്പിക്കുകയാണ് ഈ പുസ്തകം. ഒരു പുസ്തകം നമ്മളെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് നേടുന്നു? ഒരു പ്രചോദനം ഉണ്ടാകും. മനുഷ്യ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നു വായന. രണ്ടാമത്തെ കാര്യം, വായന മനുഷ്യ മനസ്സിനെ പ്രബോധിപ്പിക്കുന്നു. വായന മനുഷ്യ മനസ്സിനെ പ്രചോദിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമഗ്രമായ വികസനത്തിനുള്ള എല്ലാ അംശങ്ങളും വായനയിലുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള വലിയ വായനയുടെ ഒരു അത്ഭുത ലോകമായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. കാലം മാറിയപ്പോ ആ കൃതികളെല്ലാം പുറന്തള്ളപ്പെട്ടില്ല. ആ കൃതികൾ തന്നെയാണ് ഇന്നും ആളുകൾ, ഈ നോവലിന്റെ കാര്യമായാലും കഥയുടെ കാര്യമായാലും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരുന്ന ഇവരൊക്കെ തന്നെയാണ്. അതിൽ ഞാൻ വിട്ടുപോയ പേരാണ് ഉറൂബ്. അതുപോലെ നമ്മുടെ പാറപ്പുറത്ത്, ഈ പേരൊന്നും നമുക്ക് മറക്കാൻ കഴിയാത്ത ആണ്. അതുപോലെ എല്ലാവരും ഒരു കാലത്ത് വെറുതെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു മുട്ടത്ത് വർക്കി. പക്ഷെ മുട്ടത്ത് വർക്കിയുടെ കൃതികളൊക്കെ സാധാരണക്കാർ, നാട്ടിൻപുറത്തെ പാവപ്പെട്ട ആളുകളെ, സാധാരണക്കാരായ ആളുകളെ, അത്ര വലിയ പ്രതിഭാശാലികളല്ലാത്ത ആളുകളെ എല്ലാം ആകർഷിച്ചതും വായനയുടെ ലോകത്ത് പിടിച്ചു നിർത്തിയതും മുട്ടത്ത് വർക്കിയുടെ ഒക്കെ കൃതികളായിരുന്നു. ഒ വിജയന്റെ കൃതികളോ ആനന്ദിന്റെ കൃതികളോ അല്ല. അതിനപ്പുറം സാധാരണക്കാരെ പിടിച്ചു നിർത്തിയത് ഇണപ്രാവുകളും മറിയക്കുട്ടിയും പട്ടുതുവാലയും പോലുള്ള നമ്മുടെ പ്രിയങ്കരനായ മുട്ടത്ത് വർക്കിയുടെ കൃതികളാണ്. അതൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ആ നിരയിൽപ്പെട്ട നിരവധി എഴുത്തുകാർ, സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയിരുന്ന ആളുകളുമുണ്ട്. അവരെല്ലാം നമ്മൾ പുച്ഛിക്കുന്നത് ശരിയല്ല. അത് കാരണം അവരെഴുതിയത് അത്ര വലിയ ടോപ്പായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും അവരുടെ ചിന്ത അങ്ങേയറ്റം ചന്ദ്രയാൻ യാത്ര പോലെ അവിടെ വരെ എത്തിയില്ലെങ്കിലും അവരെല്ലാം ജനസമൂഹത്തിന്റെ യാതനകളെ, വേദനകളെ നമ്മുടെ ജനസമക്ഷം, സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചവരാണ്. അതെല്ലാം കാണാനും കേൾക്കാനും അതിലൂടെ വളരാനുമുള്ള പ്രേരണ നൽകിയ ആ സാഹിത്യകാരന്മാര് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഞാൻ ജി ശങ്കരക്കുറുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ്. അത് ജ്ഞാനപീഠ സമ്മാനം കിട്ടിയത് കൊണ്ടല്ല, അതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടിയതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബാലകവിത എന്നെ അത്യധികം ആകർഷിച്ചതാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു ബാലകവിതകൾ എഴുതുന്ന ഗണത്തിൽ ലേക്ക് ഞാൻ കടന്നു വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ വരാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകൾ വായിച്ചപ്പോഴാണ്. അദ്ദേഹത്തിന്റെ ഓലപ്പീപ്പി, കാറ്റേവ കടലേവ, ഇളം ചുണ്ടുകൾ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ല കവിതാ സമാഹാരങ്ങളാണ്. നമുക്ക് നല്ല കവിതാ സമാഹാരങ്ങൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മഹാകവികളെല്ലാം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരുന്ന ആളുകളാണെന്ന് നമുക്കറിയാം. നമ്മുടെ പന്തളം കേരളവർമ്മ കുട്ടികൾക്ക് വേണ്ടി നല്ല കവിതകൾ എഴുതി. അതുപോലെ തന്നെ നമ്മുടെ കുമാരനാശാൻ നല്ല കവിതകൾ, ഒന്നാന്തരം കവിതകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതി. മലയാളത്തിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കവിതാ സമാഹാരം കൊണ്ടുവന്നത് ആശാനാണ്. കവിതയൊക്കെ പലരും അതിനു മുമ്പ് തന്നെ എഴുതാൻ തുടങ്ങി, കുട്ടികൾക്ക് വേണ്ടി പാഠപുസ്തകത്തിനൊക്കെ വേണ്ടി കവിതകൾ എഴുതിയെങ്കിലും ഒരു സമാഹാരം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം ഒരുമിപ്പിച്ച് കുട്ടികൾക്ക് സമ്മാനിച്ചത് കുമാരനാശാനാണ്. 1922 ആ കൃതി പുറത്തു വന്നത്. പുഷ്പവാടി എന്തൊരു ഉജ്ജ്വലമായ കൃതിയാണ്. പൂക്കാലം തന്നെ ഇങ്ങനെ വലിയൊരു പൂക്കാലം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അനുഭൂതി, ആ പൂക്കാലത്തിന്റെ നടുവിൽ നിൽക്കുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ കവിത. അതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് ഈ കവിത ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പൂക്കാലം വിടരും. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേമ്മാവും പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടത്ത് മേഘങ്ങൾ പോലെ. അല്ലെ, വളരെ കേവമായിട്ടുള്ള ഒരു അനുഭവം. അതുപോലെ ഓലപ്പിപ്പിയിലെ ആനക്കൊമ്പൻ, അതുപോലെ മകനോട് തുടങ്ങിയ കവിതകളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആന വരുന്നതിനെ പറ്റിയാണ്.
നമ്മളൊരു സാക്ഷാൽ ആനയെ കാണുന്നതിനേക്കാൾ ഗംഭീരമാണ് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ ആന എന്ന കവിത, ആനയെ പറ്റിയുള്ള കവിത. ആടുകുലിക്ക് നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, മുമ്പേ ചെന്നാൽ ചെമ്പുലിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ, കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞെഴുന്നള്ളുകയല്ലല്ലി, ഈന്തൽ തളിരും പച്ചത്തണലും കാറ്റിൽ സുഖമല്ലല്ലി. എട്ടുവരിയിൽ ആനയുടെ സകല ഗാംഭീര്യം ഒതുക്കുന്ന അതിമനോഹരമായ കവിത. ഇങ്ങനെയുള്ള സുന്ദരമായ ബാലകവിതകൾ, മുതിർന്നവർക്കുള്ള കവിതകൾ, നല്ല നോവലുകൾ എല്ലാം ഉണ്ട്. സമീപകാലത്ത് വന്ന ആരാച്ചാരും അതുപോലെ തന്നെ ബെന്യാമിന്റെ ആടുജീവിതവും എല്ലാം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. മലയാളി അടുത്ത കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കൃതികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതേപോലെയുള്ള കൃതികളൊക്കെ, പുതുമയുള്ള നല്ല കൃതികളൊക്കെ ധാരാളം പുതിയ തലമുറയ്ക്ക് കടന്നു വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. പുതിയ നമ്മുടെ മീശ പോലുള്ള കൃതികളൊക്കെ നമുക്ക് ആശ നൽകുന്നത് തന്നെയാണ്. ഇങ്ങനെ പുരോഗമന സാഹിത്യത്തിൽ ഇനിയും പുതിയ കൈവിളക്കുകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു ധന്യമായ പരിപാടി ഈ വായനാ ദിനത്തിന്റെ തലേ ദിവസം സംഘടിപ്പിച്ച നമ്മുടെ മൈൻഡ് ട്രസ്റ്റിന്റെ പ്രവർത്തകർക്കും ഇടം മാസികയുടെ പ്രവർത്തകർക്കും എല്ലാം ഹൃദ്യമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കുടുംബത്തിലെ അംഗങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ വായനാനുഭവം പങ്കുവെക്കാനുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കഥകൾ, കവിതകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ഒക്കെ നമ്മളോട് സംസാരിച്ച് അല്ലെ സിപ്പി സാറ് വളരെ മികച്ച രീതിയിൽ പലപ്പോഴും വായിച്ചു മറന്നുപോയ കഥാപാത്രങ്ങൾ, സാറിനോട് സാറിന്റെ അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ വായിക്കുക മാത്രമല്ല, വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കുകയും വേണം. നമ്മൾ പലപ്പോഴും വായിച്ചു മറന്നുപോയ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വായിച്ചു മറന്നുപോയ ഒരുപാട് കഥകൾ, കഥാപാത്രങ്ങൾ, കവിതകളൊക്കെ സാർ ഇപ്പോ നമ്മളോട് സംസാരിക്കേണ്ടത്. ഉറൂബിനെ കുറിച്ച്, ഉറൂബിന്റെ സുന്ദരനും സുന്ദരിമാരും എന്ന കഥയൊക്കെ നമ്മൾ വായിച്ചതാണ്. പക്ഷെ പലപ്പോഴും വായിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന്റെ വളരെ കുറച്ച് സമയം മാത്രം അദ്ദേഹം സംസാരിച്ചു. പക്ഷെ ആ കുറച്ച് സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെ, ജീവിതത്തിൽ വായന കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഗുണങ്ങൾ, അത് ബാലസാഹിത്യമായിക്കോട്ടെ, അല്ലാതെയുള്ള നോവലുകൾ, ആധുനിക കാലത്ത് ഇപ്പൊ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുതിയ പുസ്തകങ്ങളെ കുറിച്ച് വരെയും അദ്ദേഹം ചർച്ച ചെയ്തു. വളരെ മികച്ച ഒരു സമയം, അല്ലെ, ഒരു മികച്ച അധ്യാപകനിൽ നിന്ന്, ഏറ്റവും മികച്ച അധ്യാപകനിൽ നിന്ന് ഏറ്റവും മികച്ച കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ലഭിച്ചു. സാറിന്റെ പൂരം, ചെണ്ട, അതുപോലെ തന്നെ എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ വായിച്ച ഒരു കഥയാണ് ഉണ്ടനും ഉണ്ടിയും. വളരെ രസകരമായിട്ട് അന്ന് തോന്നിയ, ആ പേര് കൊണ്ട് പോലും വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കഥയായിരുന്നു ഉണ്ടന്റെ ഉണ്ടിയില്. ഇന്നും അത് കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി അത് കേൾക്കുകയും അത് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഈ ചെണ്ട, പൂരം, ഉണ്ടനും ഉണ്ടിയും, അതുപോലെ തന്നെ എന്താണ് കാട്ടിലെ കഥകൾ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്, കഥകളാണ് അതൊക്കെ, കാട്ടിലെ കഥകളൊക്കെ. അത്തരം കഥകൾ തുടങ്ങി 200ഓളം കഥകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ ഗസ്റ്റായിട്ട് നിശ്ചയിച്ചിരുന്ന, വിശിഷ്ടാതിഥിയായി നിശ്ചയിച്ചിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ അവസാന നിമിഷത്തിൽ നമ്മൾ സമീപിച്ചിട്ട് പോലും അതിനൊരു എതിർപ്പും പറയാതെ നമ്മുടെ ഈ പരിപാടിക്ക് സന്തോഷം എത്തുകയും പങ്കെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. മൈൻഡ് ട്രസ്റ്റിന്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഓരോരുത്തരുടെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രാജ്മോഹൻ സാറ്, നമുക്കറിയാം ബാലസാഹിത്യത്തില് സാറിന്റെയും പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ട്രസ്റ്റിന്റെ ഈ ഒരു വെൽവിഷറുമാണ് അദ്ദേഹം. നമുക്ക് ഏത് സമയത്തും നമ്മളെ സഹായിക്കാനായി നമ്മളോടൊപ്പം തന്നെ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ്, നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജ്മോഹൻ സാറ്. സാറിനോടും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ഇതിന്റെ ഭാഗവത്തായതിനും ഇത്ര സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിനും നന്ദി രേഖപ്പെടുത്തുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ പരിപാടിയുടെ വിജയം ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായിട്ടുള്ള സ്വന്തം ചേച്ചിമാരും ചേട്ടന്മാരുമാണ്. നിങ്ങളോടും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ഇത്രയും നേരം
നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ചെലവഴിച്ചതിനും നന്ദി. താങ്ക് യു.